ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യിരെമ്യാവിൻ്റെ പുസ്തകം 31 അധ്യായം 3 വാക്യം. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. നോക്കുക, വൈകാരികമായ ആരോഗ്യത്തിൻ്റെ 2 അവശ്യ ഘടകങ്ങളാണ് സുരക്ഷിതത്വവും സാരഗർഭമായ കാര്യം അഥവാ പ്രാധാന്യം. നാം ഉപദ്രവങ്ങളിൽ നിന്നും അതുപോലെ തിരസ്കരണത്തിൽ നിന്നും ഏകാന്തതയിൽ നിന്നുമൊക്കെയും സുരക്ഷിതരാണെന്ന് തോന്നുമ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ട 2 കാര്യങ്ങളാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ചിന്തിച്ചേക്കാം. കൂടാതെ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മെ സ്നേഹിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുവെന്നറിയുമ്പോൾ അത് നമുക്ക് പ്രചോദനവും മൂല്യബോധവും നൽകുന്നു. റോമാലേഖനം 8 അധ്യായത്തിൽ ദൈവം നമുക്കൊരുക്കുന്ന സുരക്ഷിതത്വവും പ്രാധാന്യതയും നാം ശ്രദ്ധിച്ച് വിലയിരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിശേഷാൽ 31 വാക്യത്തിൽ കാണുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ ദൈവം നമുക്ക് ഒരുക്കുന്ന സുരക്ഷിതത്വത്തിൻ്റെയും നിസ്സീമമായ അഗാധമായ ദൈവസ്നേഹത്തിൻ്റെ ആഴവും ഗ്രഹിക്കുവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാർ. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ വാളിനോ യാതൊന്നിനും തന്നെ ഒരു ഭക്തനെ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റുവാൻ കഴിയുന്നതല്ല. മനുഷ്യർ ഒരുക്കുന്ന സുരക്ഷിതത്വവും സ്നേഹവും അത് വളരെ പരിമിതമാണെന്ന് നമുക്കറിയാം. അനന്തമായ ദൈവസ്നേഹം പിരിയാത്ത ബന്ധത്തെ ഉറപ്പിക്കുന്നതാണ്. അത് യുഗകാലം വരെയും അകലാത്ത സ്നേഹവുമാണ്. റോമാലേഖനം 8:35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നമ്മെ എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു. നമുക്ക് ആവശ്യമായ സുരക്ഷിതത്വവും പ്രാധാന്യവും നൽകാൻ ഏറ്റവും നല്ല മനുഷ്യ സ്നേഹം പോലും അപര്യാപ്തമാണ്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു കാരണം മനുഷ്യന്റെ ജീവിതം ക്ഷണികമാണ്. മനുഷ്യർ പ്രായമാവുകയും ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ സ്നേഹവും നിലയ്ക്കുന്നു. മറ്റൊരു കാരണം, വ്യക്തിബന്ധങ്ങളിൽ ആളുകൾ പാപികളും ചഞ്ചലരും അവിശ്വസ്തരും ആണെന്ന് നമുക്കറിയാം. അത് യാഥാർത്ഥ്യവുമാണ്. സ്നേഹനിധിയായ ദൈവത്തിൻ്റെ നിത്യസ്നേഹമാണ് നമുക്ക് ആവശ്യം. അവൻ നമ്മെ ഓരോരുത്തരെയും അത്ര കണ്ട് മൂല്യമുള്ളവരായി കാണുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ നമുക്ക് അത്തരം സ്നേഹമുണ്ടെന്ന് സുവിശേഷം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യവുമല്ല. ശാശ്വതമായ സ്നേഹത്താൽ സ്നേഹിക്കപ്പെടുന്നു. ആ സ്നേഹം കൃപയാൽ നാം തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവിനാൽ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. Our greatest security is found in the eternal love of the eternal God. നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം നിത്യനായ ദൈവത്തിൻ്റെ നിത്യ സ്നേഹത്തിലാണ്. ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.